പ്രതീക്ഷകൾ കാണും, കുറച്ച് സുന്ദരിയായിരിക്കും വരുന്നതെന്നുള്ളത്, നായികയായിട്ട് വരുന്നത്. ഒരു പ്രതീക്ഷ കാണത്തില്ലേ? ചുമ്മാ പറഞ്ഞു, നീ സുന്ദരിയല്ലേ? ചുമ്മാ പറഞ്ഞു. വേണ്ട 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 വേണ്ട. അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ വന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് ലൊക്കേഷനിൽ നല്ല സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. ഇപ്പം സീൻ എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും നിൽക്കുമ്പം എനിക്ക് വരുന്ന മറുപടി ഞാൻ ഇവരോട് പറയുന്നില്ല എൻ്റെ മനസ്സിലെ ബുദ്ധിമുട്ട്. പക്ഷേ പ്രദീപേട്ടൻ ഡയറക്ടർ പറയുക, മോളെ ചുറ്റുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നീ മൈൻഡ് ചെയ്യണം, നീ ഇപ്പോൾ ഇവിടെ നമുക്ക് പെർഫോമൻസ് ചെയ്യാനുള്ളത് അത് മാത്രം നീ മനസ്സിലിട്ട് നീ ചെയ്തോ, ദേ ഇന്നേന്ന്. ആ ഓക്കെ. അപ്പോൾ ഞാനത് ദൈവമേ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് കൂടിയില്ല. പക്ഷേ പുള്ളിക്കാരനത് മനസ്സിലായല്ലോ. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഉള്ളിൽ അത്രയും വിഷമിച്ചിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് ആർക്ക് മനസ്സിലാവും? ക്യാമറാമാനും മനസ്സിലായിട്ടുണ്ട്, ഡയറക്ടർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറയുക, അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് സിങ്കായി ഈ ടീമുമൊക്കെ ആയിട്ട്. ചിലരെയൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ട് അമൃതയുടെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവളെ അറിയാം. അപ്പം അങ്ങനെ ഇതായി. പിന്നെ എനിക്ക് ആകെ ഹോപ്പ് റേറ്റിങ്ങിലാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞാനൊരാളെ ശല്യം ചെയ്തു. അനന്തൻ, എൻ്റെ കൺട്രോളർ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ എന്നോട് ആദ്യം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അളിയ പാർവതി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം, അത് റീ എൻട്രി ആണ്, ഒന്ന് ചെയ്യണം. അല്ല, ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ, നിന്നെ ആരെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, കൺട്രോളർ എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു, അപ്പോൾ നിന്നെ ഇൻ്റർവ്യൂ എടുക്കണോ വേണ്ടോ എന്നുള്ള ചാനലിൽ വിളിച്ച് ചോദിച്ചു. കഴിഞ്ഞ മാസം എടുത്തതാണ്. അപ്പം ഞങ്ങളുടെ GM പറഞ്ഞൊരു കാര്യം, വെച്ച് കാച്ചിക്ക് എടുത്തോ, പഴയ പാർവതി പോയ കാരണങ്ങളോട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് പോയതിൻ്റെ കാരണം? ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല. എന്തിനാ കുട്ടി പോയി എന്ന് ഞാൻ ഇവിടെ ആരോടും ഒരു എന്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലുമില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇത്രയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഈ പ്രോജക്റ്റ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ചെയ്തിട്ട് പോയതെന്ന് ഞാൻ എൻ്റെ അമ്മ സത്യം, ഞാൻ ചെയ്യുന്ന ഈ വർക്ക് സത്യമായിട്ടും ഞാനിങ്ങനെ ഓർത്തു, എന്തിനാണ് ആ കുട്ടി ഈ വർക്ക് ഇട്ടിട്ട് പോയത്? കാരണം ഇത്രയും നല്ലൊരു ക്യാരക്ടർ അല്ലേ, ഇത്രയും ആളുകൾ അവളെ, കാരണം എനിക്കെതിരെ അത്രയും നെഗറ്റീവ്സ് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും കമൻസുകളൊക്കെ ആളുകൾ ഇത്ര ഇതുണ്ടെങ്കിൽ എന്തിനാ കുട്ടി ഇത് ഇട്ടിട്ട് പോയി എന്നുള്ളത് ഞാനിങ്ങനെ സെൽഫായിട്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇട്ടിട്ട് പോയത്. ഞാനായിട്ട് ചോദിച്ചതല്ല, നമ്മുടെ നായകൻ ചേട്ടനൊക്കെ പറഞ്ഞു അവൾ കുട്ടി എന്തോ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, വേറൊരു സൈഡ്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയിട്ടില്ല. എന്നെ വിളിച്ചു, എനിക്ക് തന്ന സാധനത്തിനെ, ആ വർക്കിനെ എത്രത്തോളം പെർഫോമൻസിൽ എനിക്ക് ഔട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്കറിയില്ല, എനിക്കറിയില്ല പാർവതി. അപ്പം ഞാൻ ഈ പറഞ്ഞ പഴയ ആ ഒരു ആക്ടിങ് ആ കുട്ടി ചെയ്തത് സ്റ്റോറി നോക്കണം, പഠിക്കണം. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ഇരുന്ന് സ്റ്റഡി ചെയ്യാനോ നോക്കാനോ ഉള്ളൊരു സമയം ഒരു സുപ്രഭാതത്തില് വിളിച്ച് പറയാണ്, പാർവതി ആകുകയാണ്, കഥ അറിയത്തില്ല, എന്താണ് ഡയലോഗ് അറിയത്തില്ല, കോസ്റ്റ്യൂം അറിയത്തില്ല, ഒന്നുമില്ല. പിറ്റേന്ന് ജോയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത്, എങ്ങനെ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന്? എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമയം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ വന്ന ആ സമയത്തുണ്ടല്ലോ, ഇവിടെ എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള ഒരു സമയം ഇവർക്കും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും, അടുത്ത സീൻ ചെയ്യും, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും, അടുത്ത സീൻ ചെയ്യും, ഇവർ പറഞ്ഞേരും സീൻ ചെയ്യും. ഇതിനിടയിൽ എനിക്ക് നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ, Z5, ഇതിനകത്ത് കയറി എപ്പിസോഡ് കാണാനുള്ള സമയമൊന്നുമില്ല. പുള്ളിക്കാരിയുടെ ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു കഥാപാത്രം അത് നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ ചില മാനറിസങ്ങളുണ്ട്. അതായത് ഈ കഥാപാത്രം ചെയ്ത കുട്ടിയുടെ മാനറിസം അല്ല, കഥാപാത്രത്തിന്റെ മാനറിസം. പാർവതി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ചില മാനറിസം ഉണ്ട്. അതായത് അവൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നതും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നതും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എന്നെ മീൻസ് ഞാൻ യൂട്യൂബിൽ കയറി എങ്ങനെയാണ് ചെയ്തത്, ആ ചാനലിൽ നിന്ന് പറയും ഇങ്ങനെയാണ്. അപ്പം ഈ സീരിയൽ തന്നെ തമിഴിലും തെലുങ്കിലും പോകുന്നുണ്ട്. ഞാൻ അതും എനിക്ക് കിട്ടിയ സമയത്ത് ചുമ്മാ ഇതൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി എന്നല്ലാണ്ട് എനിക്കതൊന്ന് റെഫർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ കുറേ ദിവസം എനിക്കിങ്ങനെ ക്ലാരിഫൈ ചെയ്ത് എനിക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ ഇവരോട് ചോദിച്ചു, എനിക്ക് എൻ്റേതായ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടുമോ? കാരണം അത് ഞാൻ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചിലപ്പം ആളുകൾ കാണുന്നത് ആ ഒരു കഥാപാത്രം കരഞ്ഞ രീതിയായിരിക്കും, ആ ഒരു കഥാപാത്രം ചിരിച്ച രീതിയായിരിക്കും, ആ ഒരു കഥാപാത്രം പ്രണയിച്ച് അല്ലെങ്കിൽ ആ ഒരു ഭാവമായിരിക്കും. അതൊരിക്കലും ആവില്ലല്ലോ. ഞാൻ ആളെന്നെ മാറി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റേതായ ശൈലിയിൽ എനിക്കൊന്ന് ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റും. കംഫർട്ടബിൾ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്താ പറയുക, പിന്നെ ഞാനൊരു പക്ഷേ ആ ഒരു ഇതിലോട്ട് വരുന്നുണ്ടായിരിക്കും. എനിക്കൊരു 3-4 വന്ന് ജോയിൻ ചെയ്ത് സീൻസൊക്കെ എടുത്ത് പോയെങ്കിലും ഒരു 7-8 ദിവസത്തോളം എന്നെ വല്ലാണ്ട് പാർവതി അലട്ടി. എനിക്ക് രാത്രിയിലൊക്കെ ഈ പറയുന്ന പോലെ ഭയങ്കര എങ്ങനെയെങ്കിലും അതൊരു ആക്കി എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് വന്നു. ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം എപ്പിസോഡ് ഞാനും കാണുന്നുണ്ടല്ലോ, ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് സ്വയം തോന്നുമല്ലോ, അയ്യോ അപ്പം നന്നാക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ 9:45 10 മണി 10:15 ആയി ചെന്ന് ഫ്രഷായി 11 മണിയായാലും 12 മണിയായാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും പിറ്റേ ദിവസം രാവിലെ എന്തായാലും 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം. സത്യം പറഞ്ഞാൽ ഉറക്കം കുറേ കളഞ്ഞിട്ടാണെങ്കിലും അതിനെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടി ഞാൻ വളരെ കുറച്ചൊന്ന് ട്രൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയത്, എൻ്റെ ടെൻഷൻ മാറി ഞാൻ ഇവിടെ എല്ലാവരോടും കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ചിരിയൊക്കെ സത്യം പറഞ്ഞാൽ ഉള്ളിൽ ടെൻഷനുണ്ട്, എന്നാലും ചേട്ടൻ ചിരിക്കുമ്പോൾ തിരിച്ച് ചിരിക്കണമല്ലോ, അങ്ങനെ ചിരിക്കും. വർത്താനം പറയും മറുപടി പറയണമല്ലോ, അങ്ങനെ പറയും. കാരണം എൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്കും വരും. അല്ലാണ്ട് ഞാനിങ്ങനെ ഓക്കെ ആയ രീതിയിൽ ഇങ്ങനെ ചിരിച്ച് നടത്തും. പക്ഷെ ഞാൻ ഓക്കെ അല്ലായിരുന്നു. പക്ഷെ റേറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ പഴവങ്ങാടി ഗണപതിക്ക്, ഞാനന്ന് പഴവങ്ങാടി പോയിട്ടോ, ഞാൻ പഴവങ്ങാടി ഗണപതിക്ക് മാങ്ങിയൊന്നുമല്ലല്ലോ, തേങ്ങയല്ലേ ഉടച്ചത്, റേറ്റിംഗ് വരട്ടെ. അങ്ങനെ നീ ഭഗവാനെ വരെ നീ പോയി പിന്നെ വെല്ലുവിളിച്ച് മാങ്ങയല്ല അടിച്ച തേങ്ങ. അയ്യോ അങ്ങനെയല്ല, ഞാൻ പഴവങ്ങാടി ഗണപതിക്ക് അടിച്ചത് മാങ്ങയോ തേങ്ങയോ, ആ ക്യാപ്ഷൻ അങ്ങനെയല്ല. ഞാൻ ഭയങ്കര ദൈവത്തെ കളിയാക്കിയതല്ല, ഒരിക്കലുമല്ല. കാരണം ഞാൻ സ്വയം സമാധാനിപ്പിച്ചതാ, സ്വയം സമാധാനിച്ചതാ. കാരണം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവും, ആ ഒരു ഇതില് അപ്പം അങ്ങനെ ഇരുന്ന് റേറ്റിംഗ് വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ ഡയറക്ടർ വന്ന് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മിയുടെ റിസൾട്ട് ഇന്ന് വരും, രാവിലെ റേറ്റിംഗ് വരുന്നത്. പക്ഷേ റേറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര, അതായത് എൻ്റെ തലയിലിരുന്ന വലിയൊരു ലോഡെടുത്ത് താഴെ വെച്ചതുപോലെ ആയിരുന്നു. അതായത് എൻ്റെ നേർക്ക് വന്ന വലിയൊരു ബോംബ് അത് പൊട്ടിച്ചെതറി എന്താ പറയുക, നല്ല പൂമ്പാറ്റ പോലെ പറന്നു പോയ പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഓൺ ക്യാമറയാണ്, ഇപ്പം എങ്ങനെയുണ്ട് റേറ്റിംഗ്? എങ്ങനെയുണ്ട് ഇപ്പം? എത്രാമത്തെ എപ്പിസോഡാണ് പുള്ളിക്കാരി വന്നിട്ട്? 290 വന്നത്. ഞാൻ നോക്കിയാൽ അറിയാൻ പറ്റും പെട്ടെന്ന്. അല്ല കുഴപ്പമില്ല, എന്നാലും ഒരു 10-20 എപ്പിസോഡായി കാണുമല്ലോ. 15, 10, ഒരാഴ്ച, ഒരു 7 എപ്പിസോഡ്. 7, 8, 9, 10. അതായത് ശനി 7 അല്ല, അതായത് ഞായറാഴ്ച കാണിച്ചു, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, പിന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. അതായത് 11, ഇന്നെന്താ ദിവസം? ഇന്ന് വെള്ളി, ശനി 12, 13, 14. പറഞ്ഞു വരുമ്പോൾ ഒരു മാസമായല്ലോ. ഇല്ല, 14 എപ്പിസോഡ് എന്നെ കാണിച്ചു. റേറ്റിംഗ് ആയോ ഈ പാർവതി വന്നതിന് ശേഷം? ആ 1.65 ആയി. ഞാൻ സാധാരണ റേറ്റിംഗ് കുറഞ്ഞു പോകും. റേറ്റിംഗ് കയറിയല്ലോ. അതിപ്പം ഇത് സംസാരിച്ചത് അനന്തനാണ്, കൺട്രോളർ.